നെറ്റ്ഫ്ലിക്സിൻ്റെ ഗ്ലോബൽ ഹിറ്റായി മാറിയിട്ടുള്ള അഡോളസൻസ് എന്നുള്ള സീരീസ് ഒരു 4 പാർട്ട് ഡ്രാമ. ഏതാണ്ട് 71 രാഷ്ട്രങ്ങളിൽ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു വിഷ്വൽ ഇതിൻ്റെ ലിസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും ടോപ്പാണ്, ഇപ്പം ടോപ്പായിട്ട് നിലനിൽക്കുകയാണ്. അതിനകത്ത് ഓരോ കാരണങ്ങളുണ്ടാവും, ഓരോ രാഷ്ട്രത്തിനും ഓരോ കാരണങ്ങളുണ്ടാവും അത് പിന്നെ അംഗീകരിക്കപ്പെടുന്നതിന്. എന്തിന് കേരളത്തിൽ പോലും അത് നമ്മൾ കാണുന്ന സുഹൃത്തുക്കളൊക്കെ അഡോളസൻസിനെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എമ്പുരാനേക്കാളും കൂടുതൽ അവിടെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പിന്നെ പല കാരണങ്ങളുണ്ട്. അത് എല്ലാ ദേശത്തിനെയും ബാധിക്കുന്ന അല്ലെങ്കിൽ അത്തരമൊരു കൾച്ചർ കൊണ്ടുവന്നിരിക്കുന്ന, പ്രത്യേകിച്ചും അത് ഇൻ്റർനെറ്റിൻ്റെ സബ് കൾച്ചർ കൊണ്ടുവന്നിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ്. അത് കേരളത്തിലും പാരീസിലും അല്ലെങ്കിൽ ഇപ്പം കോപ്പൻഹേഗനിലായാലും എവിടെയായാലും ഒരേ തരത്തിലുള്ള ഒരു കൾച്ചർ എന്നുള്ള ഒരു സംഗതി അതിനെ കൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശങ്ങളാവാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നസങ്കീർണമായ മറ്റവസ്ഥകളായിരിക്കാം അതിനകത്ത് ചർച്ച ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ചിലപ്പം കേരളത്തിലും അത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഒരു വിദേശ സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ വിദേശ സീരീസിനെ കുറിച്ചോ സംസാരിക്കുന്ന പോലെയല്ല നമ്മളത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സംഗതിയാണുള്ളത്. അപ്പോൾ അതിനകത്ത് ഇപ്പോഴത്തെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ അഡോളസൻസ് അല്ലെങ്കിൽ ടീനേജേഴ്സിൻ്റെ യൂത്തിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ഈ അഡോളസൻസ് എന്നുള്ള സീരീസിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ദാമോദർ പ്രസാദ്? അതല്ല, അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട നേരത്തെ സൂചിച്ച 71 രാഷ്ട്രങ്ങളിൽ ഒരുപക്ഷെ യൂണിവേഴ്സലായിട്ടൊരു തീം അതിൻ്റെ അകത്ത് തന്നെ ഇന്നത്തെ ഒരു കൗമാരം അഡോളസൻസ്, ഇന്നത്തെ ഒരു കൗമാരം അനുഭവിക്കുന്നതും പ്രത്യേകിച്ച് ഇൻ്റർനെറ്റൊക്കെ ഇപ്പോൾ അവരുടെ നവമാധ്യമമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വെച്ച് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവർ നേരിടുന്ന ഒരു ഇഷ്യൂസൊക്കെ തന്നെയാണ് അതിൻ്റെ അകത്ത് പ്രതിപാദ്യം വന്നത്. അതിനിപ്പോൾ എന്താ പറയുക, പല തരത്തിലുള്ള കോമണാലിറ്റി ഉണ്ടാവാം പല രാജ്യങ്ങളിലും. ആ വിഷയം തന്നെയാണ് അതിൻ്റെ അകത്ത് വരുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു അത് ഇതാവുന്നത്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണെങ്കിൽ എവിടെയാണ്, കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അന്തരീക്ഷത്തിൽ ഈ കൗമാര ദശയിലുള്ള ചെറുപ്പക്കാരുടെ ഇടയിലുള്ള വയലൻസ് ഒക്കെ തന്നെ ഒരു പ്രധാന വാർത്തയും സാമൂഹിക ചർച്ചയായിട്ട് വരുന്നു. ആ ഒരു സന്ദർഭം കൂടി ഒരുപക്ഷെ ഇതിനെ ശ്രദ്ധാകർഷണം. പക്ഷേ ഇതേ ഒരു ഘട്ടം മറ്റു സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കാം. മറ്റു തരത്തിൽ ഇതിൽ പ്രകടമാകുന്ന വയലൻസ്, അതിന് കാരണമാകുന്ന ഒരുപക്ഷെ ആട്രിബ്യൂട്ട് എന്ന ഇൻ്റർനെറ്റായിട്ടുള്ള ബന്ധം, ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ചർച്ചയ്ക്കുള്ള കാരണമാവാം. അത് ലോകത്ത് പല രാജ്യങ്ങളിലും ഇതുണ്ടായിരിക്കാം. പിന്നെ എല്ലാ കാലത്തും ഈ കൗമാരം ഒരു വിഷയമാണ്. എല്ലാ കാലത്തും ഒരു കൗമാരം, എല്ലാ സമൂഹങ്ങളിലും കൗമാരം ഒരു പ്രത്യേക ഏജാണല്ലോ. ആ ട്രാൻസിഷൻ പീരീഡ്, ആ സമയത്തുള്ള ഓരോ ഇൻട്രസ്റ്റുകൾ അവർ പ്രകടിക്കുന്നതൊക്കെ എല്ലാ കാലത്തും മലയാള സിനിമയിൽ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്, ലോക സിനിമയിൽ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് കൗമാരം. പക്ഷെ ഇത് പുതിയൊരു കാലത്തെ ഈ നമ്മുടെ ഇതിനകത്ത് വ്യത്യസ്തമാകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വ്യത്യസ്തമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് മുമ്പൊന്നും ഇല്ലാത്ത ഒരു നവമാധ്യമത്തിന്റെ കാലമാണത്. കുട്ടികളുടെ ആ നിലയ്ക്കുള്ള ഒരു ആക്സബിലിറ്റി, കൗമാരക്കാരുടെ മറ്റ് ലോകമായിട്ടുള്ള അവരുടെ പരിചയം, അവർക്ക് അറിവും വിവരങ്ങളും കിട്ടുന്ന നമുക്ക് ഒരുപക്ഷെ മുതിർന്നവരായിട്ട് വലിയൊരു ഏജ് ഗ്യാപ്പ് പണ്ടത്തേക്കാൾ കൂടുതലാണ് എനിക്ക് തോന്നുന്നു. കാര്യം ഈ മുതിർന്ന തലമുറയ്ക്ക് ഈ ഏജ് ഗ്യാപ്പിന് പ്രധാനപ്പെട്ട കാര്യം തോന്നി അവർക്ക് ലഭ്യമല്ലാത്ത തരത്തിലുള്ള ഒരു ഇന്റർനെറ്റ് ലോകം ഇവരുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. അത് തന്നെ. അതിലിപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സോഷ്യലൈസേഷൻ ഏജൻസി എന്ന് പറയുന്ന നമ്മളൊക്കെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഫാമിലി അല്ലെങ്കിൽ സ്കൂൾസ്, കോളേജസ് എന്നൊക്കെയുള്ള അന്തരീക്ഷമാണ്. ഇപ്പോൾ അത് ശരിക്കും പിന്നെ സ്മാർട്ട് ഫോണിൻ്റെയും അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഇൻ്റർനെറ്റ് ഉണ്ടാക്കുന്ന സോഷ്യൽ മീഡിയയുടെ വേറൊരു തരം ഏജൻസിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് മാറുന്നത് കേരളത്തിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തോ അല്ലെങ്കിൽ കേരളത്തിൽ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയോ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചൊന്നുമല്ല. അതൊരു ഗ്ലോബൽ ടെക്നോളജിക്കൽ മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പുതിയ ആ ഏജൻസി നിലവിൽ വരികയാണ്. അപ്പോൾ അതിനകത്ത് അത് നമുക്ക് കോമൺ ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞു തുടങ്ങിയ പോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഒരു അവസ്ഥാന്തരീക്ഷമുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ചും ഒരുതരം ടോക്സിക് സബ് കൾച്ചർ ഉണ്ടായി വരുന്നുണ്ട്. അതിനകത്ത് കുട്ടികൾ ഇപ്പം കുട്ടികൾ അഡോളസൻസ് എന്നുള്ളതിനുപരിയായിട്ട് ഇതിൽ പരാമർശിക്കുന്ന പല കാര്യങ്ങളും ഇത്രയും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആകൃഷ്ടരായിരിക്കുന്ന കുറച്ച് പ്രായക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പോലും ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും. ഇല്ല, അങ്ങനെയല്ലേ അതിൻ്റെ ഒരു പ്ലോട്ട് കിടക്കുന്നത്? അതുണ്ട്, നമുക്കറിയാം. ഇതിൻ്റെ അകത്തുള്ള ടോക്സിക് സബ് കൾച്ചേഴ്സ് അത് തന്നെയാണ് കാര്യം. മാസ്കുലിനിറ്റി ഒക്കെ വലിയ ഇതിൽ ആനിമൽ സിനിമയൊക്കെ ശരിക്കും അതിൻ്റെ ഒരു സാധനമാണ്. ഒരു ആനിമാലിറ്റി, മാസ്കുലിനിറ്റി ഇങ്ങനെയാണ്, ആണത്തെ ഇങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, ആണത്തിൻ്റെ വൈബ് ഇതാണ്, ആണത്തിൻ്റെ വൈബ് ഇതാണ് എന്നൊക്കെ രീതിയിൽ പ്രകടിപ്പിക്കുന്ന ഒരുപാടുണ്ട്. ഇതിൽ ആകർഷിക്കപ്പെടുന്ന കൗമാരക്കാർ മാത്രമല്ല, മുതിർന്ന പല ആൾക്കാരുണ്ട്. അതുപോലെ തെറി മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ ഇതുണ്ട്, അത് മാത്രം കണ്ട് ആസ്വദിക്കുന്നവരൊക്കെ നമുക്കറിയാം. പക്ഷേ കുട്ടികളുടെ ഒരു പ്രത്യേക കൗമാരക്കാരെ പ്രത്യേകിച്ച് ഇവർക്ക് ഈ ഒരു യൂട്യൂബ് വരെയുള്ള ആക്സബിലിറ്റിയിൽ അവിടെ കഴിഞ്ഞു. ഇവരെ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ടെക്നോളജിയുടെ പുറത്തുള്ള അവരുടെ സ്കില്ല് മറ്റേ മുതിർന്നവരെക്കാട്ടും കൂടുതലാണ്. അവർക്ക് ഇതിനകത്ത് പല തലങ്ങളിലേക്ക് പോകാനും പലത് ആക്സ് ചെയ്യാനും അങ്ങനെ അവരെ കണ്ടന്റ് ആക്സ് ചെയ്യാനും അതിനൊക്കെ
ഫോളോ ചെയ്യാനൊക്കെ ഒരു വലിയൊരു സമയവും ഇതൊക്കെ അവർക്ക് കിട്ടും. പിന്നെ അവർ സ്വയം സമയം കണ്ടെത്തുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ രാത്രി നേരങ്ങളിലൊക്കെ ഒരു സ്കൂളിനൊക്കെ ശേഷം പിന്നെ സ്കൂളിൽ തന്നെ നമ്മൾ നോക്കുന്നതിനും സ്കൂളുകളിലും ഒക്കെ തന്നെ വ്യവഹരിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ പഠിച്ച കാലത്ത് ആ കാലത്ത് ചിലപ്പോൾ ക്രിക്കറ്റോ ഫുട്ബോളോ അങ്ങനെയുള്ള നമുക്ക് ലഭ്യമായിട്ട് ചില വിനോദങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നതല്ല. ഇന്നെനിക്ക് തോന്നുന്നു സ്കൂളുകളിലൊക്കെ തന്നെ കൂടുതൽ ചർച്ച ചെയ്യുന്ന വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ആൺകുട്ടികളെയൊക്കെ ചർച്ച ചെയ്യുന്നത് തന്നെ ഇത്തരം സബ് കൾച്ചേഴ്സിനെ കുറിച്ചാണ്. ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ വാലിഡേഷനാണ്. കാരണം എന്ന് വെച്ചാൽ പിന്നെ പണ്ടത്തെ പോലെയല്ല. ഇപ്പം ഒരു കാര്യം നന്നായി ചെയ്തു എന്നപ്പോഴെങ്കിലും ഒരാൾ പുറത്തുപോയിട്ട് ഒരു അധ്യാപകൻ അഭിനന്ദിക്കുന്നത് അല്ലെങ്കിൽ പുറത്തുള്ളൊരു സുഹൃത്ത് അഭിനന്ദിക്കുന്നതിന് പകരം ഇന്ന് നമ്മൾ ആ ലൈക്സ് അല്ലെങ്കിൽ അതിന് വരുന്ന കമൻറ്റ്സ് അതിൻ്റെ തോതനുസരിച്ച് അല്ലെങ്കിൽ അതിൽ വരുന്ന ലാംഗ്വേജ് അനുസരിച്ചാണ് നമ്മൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ അത്രയധികം ഇമേഴ്സ് ചെയ്തിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ ഒരു വാലിഡേഷനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ അതിൽ കുറച്ച് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, അതായത് ഒരു നെഗറ്റീവ് കമൻറ്റ്സ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം. ഇനി ഒരാളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് അത് സംഭവിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിലെ പിന്നെ ഒരു സോഷ്യൽ മീഡിയ അന്തരീക്ഷത്തിൽ പോലും അതിനകത്തൊരു സ്ത്രീകളെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു ജെൻഡർ ഡൈനാമിക്സ് അത് വളരെ ഭീകരമാണ്, ഇല്ലേ? അതങ്ങനെ തോന്നിയിട്ടില്ലേ? കാരണം ഇതിപ്പോൾ അഡോളസൻസിന് മാത്രം ബാധിക്കുന്ന കാര്യമല്ല. നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് ഈ ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റ് കാര്യം ജെൻഡറിനെ ടാർഗറ്റ് ജെൻഡേഴ്സിനെയും ട്രാൻസ്ജെൻഡറിനെയും ടാർഗറ്റ് ചെയ്യണം. അതായത് ട്രാൻസ്ജെൻഡറിനെ അപഹസിക്കുന്ന വിധത്തിലുള്ള ഈ സ്ത്രീകളെ അപഹസിക്കുന്ന വിധത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റ് വ്യാപകമാണ്. ഇത് മിക്കവാറും മുതിർന്ന ആൾക്കാർ തന്നെ പ്രചരിപ്പിക്കുന്ന കണ്ടന്റാണ്. അതിന് അതിൻ്റെ ഒരു ഓഡിയൻസും ഇതൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ അത് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. മാത്രമല്ല ഇത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എക്സ്, റെഡിറ്റൊക്കെ വഴിയാണല്ലോ ഇതിൻ്റെ മുഴുവൻ വിപണനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ലൈക്ക് കിട്ടുക, ഈ സാധനം ഷെയർ ചെയ്യുന്ന ലൈക്ക് കിട്ടുക, എത്ര ആൾക്കാർ കാണുന്നു എന്നുള്ളതൊക്കെ തന്നെ തൻ്റെ സ്കൂളിലെയും തൻ്റെ പ്രദേശങ്ങളിലെയും പോപ്പുലാരിറ്റി പ്രധാനപ്പെട്ട ഘടകമാണ്. സ്കൂളിൽ പോലും ഇത് പോപ്പുലർ കാര്യം. ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇട്ട് അപ്പോൾ നമ്മുടെ തന്നെ ഫോട്ടോകൾ പോലും ഇപ്പോൾ അതും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി ഒരു ഫോട്ടോ ഇടുന്നു, അതിന് കിട്ടുന്ന ലൈക്ക് ആ സ്കൂളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അത് അവരുടെ ഒരു വലിയ തരത്തിലുള്ള അംഗീകാരമായി മാറുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ മാധ്യമ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ മാധ്യമത്തെ പക്ഷേ കൂടുതൽ യുവാക്കളെ ചെറുപ്പക്കാരെ ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇവരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംവാദത്തിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും പ്രധാനപ്പെട്ട കാര്യം ഇതായി മാറുകയാണ്. കാര്യം ഇതിലൂടെയാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ തന്നെ ഇപ്പം നമ്മുടെ ഒരു പഴയ തലമുറയുടെ കാലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംവേദനത്തിനും ഈ ഒരു സ്കോപ്പ് ഫുൾ ടൈം ഇല്ല. അന്ന് അച്ചടി മാധ്യമമാണ്. ഇനി ഇത് ദൃശ്യമാധ്യമം തന്നെ ദൈനംദിന അടിസ്ഥാനമില്ല, അല്ലെങ്കിൽ മണിക്കൂറിന് നിമിഷ അടിസ്ഥാനം ഈ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അതല്ല. ഇന്ന് നമ്മൾ കാണുന്ന വിദ്യാർത്ഥികളെല്ലാം വാട്സാപ്പ് ഗ്രൂപ്പുകളോ ഇൻസ്റ്റാഗ്രാമാണ് പ്രധാനമായിട്ടും. ഇൻസ്റ്റയുണ്ട്. ഇപ്പോൾ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ, ഇവരുടെ എല്ലാ ബന്ധങ്ങളും ഇവരെല്ലാം ഷെയർ ചെയ്യുന്നതിൻ്റെ അകത്താണ്. ഈ ലോകത്തിലാണ് ഇവർ ജീവിക്കുന്നത്. വിട്ടൊരു ലോകമില്ല. ഇതിൻ്റെ അകത്ത് പൂർണ്ണമായും നിമഗ്നരാണ്. കാര്യം ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കമ്മ്യൂണിക്കേഷൻ ഉപാധി. ഇതിൻ്റെ അകത്താണ് ഒരുപക്ഷെ നല്ല കാര്യത്തിൽ ഉപയോഗിക്കേണ്ടാവാം. കാരണം പാഠഭാഗങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഈ ടൂളുകൾ ഉപയോഗിക്കേണ്ടാവാം. അല്ലെങ്കിൽ അവർ പാഠഭാഗങ്ങൾ മനസ്സിലാക്കാൻ യൂട്യൂബിൽ ഉപയോഗിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ അകത്തെന്ന് പറയാൻ ഈ മീഡിയ ആണ് ഇവരെ സംബന്ധിച്ചുള്ള ബന്ധിപ്പിക്കുന്ന ഘടകം. അപ്പോൾ ഇവരുടെ വലിയ ശൃംഖലയുണ്ട്. ഈ ശൃംഖല സ്കൂളിന് അപ്പുറത്തേക്കും ആ ശൃംഖല വ്യാപിക്കേണ്ട പലതരത്തിലുള്ള ബന്ധങ്ങൾ അതിൻ്റെ അകത്ത് വരികയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ഇതിലൂടെ പ്രചരിപ്പിക്കുന്ന കണ്ടന്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആണത്തപരമായിട്ടുള്ള ഈ മാസ്കുലിൻ, അതുപോലെ ഈ ആനിമാലിറ്റി എന്നൊക്കെ പറയുക, ആനിമൽ മാസ്കുലിനിറ്റി എന്നൊക്കെ പറയുന്ന ഒരു അഗ്രസീവായിട്ടുള്ള മാസ്കുലിനിറ്റി എനിക്ക് തോന്നുന്നതാണ്. അത് നമ്മൾ പുസ്തകം കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഈ ഇത്തരത്തിലുള്ള പുരുഷദ്വേഷം, അതായത് സ്ത്രീകളോടുള്ള കാണിക്കുന്ന ഈ റേജ്, ഒരു മസ്കുലിനായിട്ടുള്ള റേജ്, അത് നമുക്ക് സോഷ്യൽ മീഡിയയുടെ മുമ്പും ഉണ്ട്. ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ അതെപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഈ ശരിക്കും പറഞ്ഞാൽ മാനോസ്ഫിയർ എന്നുള്ള പുതിയ ഒരു കൾച്ചർ രൂപപ്പെടുന്നത് ഇൻ്റർനെറ്റിൻ്റെ ഒരു സവിശേഷമായ സ്വാധീനം കൂടിയതിന് ശേഷമാണ്. അപ്പം അതിനകത്തും ഇത് തുടരുന്നു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ പണ്ടും നമുക്കറിയാം, എന്ന് വെച്ചാൽ ഈ പുരുഷാധിപത്യ സ്കൂളുകളിലും നമ്മൾ പറഞ്ഞ ഫാമിലിയിലും ഒക്കെ തന്നെ നിലനിന്ന സംഗതിയെ ഇൻ്റർനെറ്റിലേക്ക് അതുപോലെ തന്നെ പകർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു അവസ്ഥയാണ് ശരിക്കും നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലും അതിനകത്തുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ്, അഡോളസൻസിലെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുന്ന ഈ 13-കാരനായിട്ടുള്ള ഈ അതിലേക്ക് വരികയാണ്. കാരണം വെച്ചാൽ അതിനെ പൂർണ്ണമായിട്ടും സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയ കമൻസും ലൈക്സുമാണ്. അതിൽ നിന്നാണ് ഒരു കൊച്ചു കൊലപാതകയായിട്ട് അത് രൂപപ്പെടുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ സ്ഫിയറിലും, കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്ന എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നവും കൂടിയാണ്, പ്രത്യേകിച്ചും സ്ത്രീകൾ, അല്ലേ? വയലൻസ് ഒരു പ്രധാനപ്പെട്ട ഭാഷയെ മാറിയിട്ടുണ്ട്. വയലൻസ് ഇമോജികൾ, വയലൻ്റ് ആയിട്ടുള്ള ഇമോജികൾ ട്രാൻസാക്ട് ചെയ്യുക, രൂക്ഷമായി പ്രതികരിക്കുക. ഇതിൽ ജേമി എന്ന കഥാപാത്രം, അഡോളസൻസ് ജേമി എന്ന കഥാപാത്രത്തിന് മാനോസ്ഫിയറിൽ പോകുന്നതിനൊരു നിമിത്തമായ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ ജേമി സൈബർ ബുള്ളിങ്ങിന് വിധേയാണ്. അതെ, ഈ KT ഇത്രയും ചെറുത്. അതിൻ്റെ അകത്ത് പുതിയൊരു ഒരു അതും കൂടി കാണുന്നുണ്ട്. കാര്യം ഇത് ആൺകുട്ടികൾ മാത്രം ഉപയോഗിക്കുന്നില്ല, പെൺകുട്ടികളും ഈ സോഷ്യൽ മീഡിയ ടൂൾസ് ഉപയോഗിക്കും, ആ രീതിയിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആകുന്നു. അങ്ങനെ ജേമി എന്ന ആളെ ഈ ഇതിൻ്റെ അകത്തുള്ള പുതിയ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സൈബർ ബുള്ളി എന്നാണ് ഇതിൻ്റെ അകത്ത് കണ്ടെത്തുന്നത്. അതിനാണ് ഇയാൾക്ക് മാൻഹുഡ് പ്രൂവ് ചെയ്യാനായിട്ട് നിർബന്ധമായ സാഹചര്യമാണ്. മാൻഹുഡ് ഇല്ല എന്നുള്ള കാര്യം ഇതിൻ്റെ അകത്ത് ജേമി എന്നെ പരിഹസിക്കുന്ന ഇൻസൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻവോളണ്ടറി സെലിബേറ്റ് എന്നാണ് KT വിളിക്കുന്നത്. ശരി, KT കൊണ്ട് അനുഭവം പ്രകടിപ്പിച്ചാണ് തുടങ്ങുന്നത് ഇയാള് പക്ഷെ തിരിച്ചാവുകയും ഇയാളെ ഒഴിവാക്കുകയും ഇയാളെ ഇൻവോളണ്ടറി സെലിബേറ്റ് എന്ന് പറയാം. അപ്പോൾ 13 സംബന്ധിച്ചോളം ആ തന്റെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അപമാനം വല്ലാത്ത അവമാനമാണ്. അത് സൃഷ്ടിക്കുന്ന അപകർഷതയുണ്ട്. ആ അപകർഷത വലിയ പ്രശ്നം സൃഷ്ടിക്കുകയാണ്. കാര്യം പിന്നെ തനിക്ക് അതല്ല പ്രൂവ് ചെയ്യേണ്ടത് ഒരു ബാധ്യത. അപ്പോൾ ഈ ആ മാസ്കുലിറ്റി അതിൽ തന്നെ വേറെ കാര്യം, ഇപ്പോൾ ഈ പോലീസ് ഓഫീസറുടെ മകൻ പറഞ്ഞു ഇപ്പൊ ആൻഡ്രൂ ടേറ്റിനെ പോലുള്ള ചില ആൾക്കാർ, ഈ ബാനോസ്ഫിയർ പ്രവർത്തിക്കുന്ന ആൻഡ്രൂ ടേറ്റിനെ പോലെ, ഇവര് പ്രകടമായി സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഹേറ്റ് വുമൺ, ഹേറ്റ് ട്രാൻസ്ജെൻഡർ, എക്സ്പ്രസ് യുവർ മാസ്കുലിനിറ്റി എന്നാണ്, എക്സ്പ്രസ് യുവർ മാലിറ്റി സോ ദാറ്റ് വിൽ എൻഷുർ യുവർ സക്സസ്. ഇതൊക്കെയാണ് അവർ പറഞ്ഞത്. അത് മാത്രമല്ല അതിന്റെ ഒരു ഗ്ലോബൽ അംഗീകാരം കൂടി കിട്ടുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ചും ട്രംപ് ഒക്കെ വന്നതിന് ശേഷം ഒരു ട്രംപിസത്തിന്റെ ഒരു പ്രധാന പോയിന്റും ഇത് തന്നെയാണല്ലോ. എല്ലാ ട്രംപിസത്തിന്റെയും നമ്മൾ കാണുന്ന പുതിയ പുട്ടിൻ്റെ ആണെങ്കിലും പുതിയ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നരേന്ദ്രമോദി തന്നെ ഒരു പ്രത്യേക മാസ്കുലിൻ ഒരു പ്രസൻസ് ആണ്. നമ്മൾ അദ്ദേഹം തന്നെ പറയുന്നത് 56 ഇഞ്ച്. അതുപോലെ എനിക്ക് തോന്നുന്നു കേരള മുഖ്യമന്ത്രി, ഞാനിത് വിമർശമായിട്ട് പറയില്ല, ഒരു മാസ്കുലിൻ ഒരു ഇതിൻ്റെ അകത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥാനം ഓർക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വടിവാളുകടയിൽ കൂടെ നടന്നു പോയി എന്ന് പറയുമ്പോൾ അത് ഒരു സ്ത്രീ നേതാവിന് ഒരിക്കലും വനിതാ നേതാവിന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതൊരു തൻ്റെ ഒരു മാസ്കുലിനിറ്റി, ഒരു മാൻഹുഡിന്റെ സതുണ്ട്. അത് ഭയങ്കര ആദർശാത്മകമായിട്ട് ആൾക്കാർക്ക് തോന്നാം. ഞാനതിനെ കുറ്റപ്പെടുത്തി പറയില്ല. അപ്പോൾ തൻ്റെ ഇപ്പോൾ ഈ ചെസ്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു മാസ്കുലിനിറ്റി പ്രൂവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ പുതിയ ലീഡേഴ്സ് കാണിക്കണം, അധികായന്മാരെ ലീഡേഴ്സ് കാണിക്കുന്നുണ്ട് മാസ്കുലിനാണ്. ഒരുപക്ഷെ പഴയ ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിനോ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിക്കോ അങ്ങനെ ഒരു അത് ആവിഷ്കരിക്കാൻ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർ അതിനെക്കുറിച്ച് ആലോചിക്കും. മഹാത്മാഗാന്ധിനെ ഫെമിനിൻ എന്നാണ് വിളിക്കുന്നത്, എഫെമിനേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. കാര്യം ഗോൾവാൾക്കറെ പ്രധാനപ്പെട്ട ഒരു വിമർശനം തന്നെ എഫെമിനേറ്റ് ആണ് ഗാന്ധി എന്നുള്ളതാണല്ലോ, ഞാൻ സൂചിപ്പിച്ചു മാത്രം. അപ്പോൾ മാസ്കുലിനിറ്റി എന്നുള്ളത് വലിയൊരു കറേജിയസ് ആയിട്ടുള്ള പൊസിഷനാണെന്നും അതാണ് നയിക്കാൻ വേണ്ടുന്ന ഒരു അന്തരീക്ഷം. അതെല്ലാ കാലത്തും ഒരു റൈറ്റിംഗ് പൊളിറ്റിക്സിൻ്റെ അകത്തുള്ളതാണ്. ഇന്ന് നമ്മുടെ വ്യാപക റൈറ്റിംഗ് കാണാം. ഇപ്പോൾ അഡോൾഫ് ഹിറ്റ്ലർ ആ നിലയിൽ പലപ്പോഴും മാസ്കുലിറ്റി തന്നെ ഒരു ഇൻഫീരിയോറിറ്റി സ്ഥാനത്തെ മറികടക്കാൻ ശ്രമിച്ച മാസ്കുലിറ്റി എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ്. മുസോളിനി ആയിക്കോട്ടെ, ഫ്രാങ്കോ ആയിക്കോട്ടെ, സ്റ്റാലിൻ ആയിക്കോട്ടെ, ഇവരൊക്കെ മാസ്കുലിറ്റിയുടെ ആൾക്കാരാണ്. മാസ്കുലിൻ ലീഡർഷിപ്പിനാണ് അവർ ഇതായിട്ട് കാണുന്നത്. അപ്പൊ അതൊരു എന്താ പറയാ, പ്രത്യേകിച്ച് ഒരു ഇതിലേക്ക് ഇപ്പോഴത്തെ പോപ്പുലിസ്റ്റ് ലീഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഡ്രോഗൻ ആയാലും ട്രംപ് ആയാലും പിന്നെ പുടിനായാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു ഗ്ലോബൽ ലീഡേഴ്സിന്റെ ഒരു പുതിയ ലീഡേഴ്സ് എന്നൊക്കെ പറയുന്നത് ആ മാസ്കുലിറ്റിയുടെ ഭാഗമാണ്. കാര്യം മാസ്കുലിറ്റി അവരെ സംബന്ധിച്ചുള്ള അവർ വളരെ കരുതലോടെ കാണുന്ന കാര്യമാണ് മാസ്കുലിനിറ്റി. കാര്യം അത് എനിക്ക് തോന്നുന്നത് വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് അക്രോസ്. അത് പക്ഷേ അക്രോസ് ജെൻഡർ തന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കാര്യം അതിൻ്റെ ഒരു അംഗീകാരം, അതിൻ്റെ ഒരു പൗരുഷം എന്നുള്ളത് ഒരു വലിയ വാല്യൂ ആയിട്ട്, പൗരുഷം എല്ലാ കാലത്തും വലിയ വാല്യൂ ആയിട്ട് കൊണ്ടുനടന്നിട്ടുള്ളതാണ്. പിന്നീടുണ്ടായ വിമർശനങ്ങളുടെ പേരിലാണ് നമ്മൾ എല്ലാ കാലത്തും പൗരുഷത്തിന് പ്രത്യേക വാല്യൂ കൊടുത്തിട്ടുണ്ട്. പൗരുഷം എന്തൊരു മഹത്തായ കാര്യമാണ്, പൗരുഷം വേണമെന്നുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ട്രെയിൻ ചെയ്തവരാണ്. പക്ഷേ ഇന്നത് സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയ മീമറ്റിക് കൾച്ചറിലൂടെ അത് വേറെ എൻട്രൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻ ചെയ്യാൻ മാത്രമല്ല, നമ്മളിന്ന് വീട്ടിലൊരു വർഷം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ പുതിയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പറയാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പല ആൾക്കാരും ഉൾക്കൊള്ളുന്നുണ്ട്. ഞാൻ ഭൂരിപക്ഷം ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് അറിയില്ല. പക്ഷേ ചില വ്യക്തികൾക്ക് തങ്ങളുടെ തന്നെ ഈ മാനസിക ശൈഥില്യം കൊണ്ടോ അതുപോലെ തന്നെ ഏതെങ്കിലും നിമിഷത്തുണ്ടായ ചില പതർച്ച കൊണ്ടോ ഇതാണ് ബെറ്റർ ഓപ്ഷൻ ഈ എക്സ്പ്രസ് ചെയ്യാന്നുള്ള. എനിക്ക് തോന്നുന്നത് ഈ ഓൺലൈൻ റാഡിക്കലൈസേഷൻ ഉണ്ടാക്കുന്ന ഒരു അപകടം, അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ആംഗ്വിഷ് അല്ലെങ്കിൽ ഒരുതരം വല്ലാത്ത ആങ്സൈറ്റി, അതായത് രാത്രി പലപ്പോഴും തുടരുന്ന ആങ്സൈറ്റി, അതായത് ഇതിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഡിപ്രഷൻ, ഇതൊക്കെ കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഓൺലൈൻ സ്പിയറിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അല്ലാത്തൊരു സൊസൈറ്റൽ സ്പിയറിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവിടെയും ഇത് തന്നെയാണുള്ളത്. നേരത്തെയും ഈ പറഞ്ഞ ഇന്റർനെറ്റ് റവല്യൂഷൻ ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ എന്തായിരുന്നോ പുരുഷാധിപത്യവും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പകയും ഹെയ്റ്റും ഇതൊക്കെ എന്തായിരുന്നു, അത് തന്നെയാണ് ശരിക്കും ഓൺലൈനിലേക്കും പകർന്നു കിട്ടിയിട്ടുള്ളത്. അത് പക്ഷേ എന്ത് ചെയ്യുന്നു, വളരെ ഇതായിട്ട് ചെറിയ കൗമാരപ്രായത്തിലോ അല്ലെങ്കിൽ ബാല്യത്തിലോ അതിലൊക്കെ ചെറിയ കുട്ടികൾക്ക് പോലും അത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഗ്ലോബലി അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിനൊരു യൂണിവേഴ്സൽ സ്വഭാവമുണ്ട്. ഒപ്പം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അവർക്ക് ത്രൈവ് ചെയ്യാനും അത്ര ഇന്റർനെറ്റ് കൾച്ചർ സമാനമായിട്ട് ആൾക്കാരെ മുമ്പ് ഇതിൻ്റെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം പൗരുഷം ഒരു സാമൂഹികമായിട്ട് അംഗീകാരം പുരുഷാധിക സമൂഹത്തിൽ പൗരുഷം വലിയ മാതൃകയായിട്ട് നിൽക്കുമ്പോഴും ഈ ബന്ധങ്ങളിലൊക്കെ തന്നെ ഒരു പരിധിക്കപ്പുറം അത് വികസിപ്പിക്കാൻ സാധിച്ചില്ല. കാര്യം പലതരത്തിൽ ആൾക്കാരുണ്ട്. ഇതല്ല, ഇത് അങ്ങനെ കമ്മ്യൂണിറ്റി ചെന്ന് പെടാം. അതെ, ഇന്റർനെറ്റ് അത്തരം കമ്മ്യൂണിറ്റികൾക്ക് ഒരു അവസരം നൽകുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റി ചേരുകയും അതിന്റെ സാധനം ഉൾക്കൊള്ളുകയും പ്രത്യേകിച്ച് കൗമാരപ്രായം എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട അല്ല ഈ പറഞ്ഞ നേരത്തെ പിന്നെ ദാമോദർ പ്രസാദ് സൂചിപ്പിച്ച ഇൻസൽ കമ്മ്യൂണിറ്റീസ് ഒക്കെ വളരെ സ്ട്രോങ് ആണ് ഇതിനകത്ത്. സ്ട്രോങ് ആണ്. അപ്പൊ ആ നിലയിൽ ഇവർക്ക് അതിന്റെ ഭാഗമായി മാറുകയും അതിന്റെ അകത്ത് ചേരുകയും അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാനുള്ള അവസരം കിട്ടുക. കാര്യം ആ കമ്മ്യൂണിറ്റി മാത്രമേ കാണും. അപ്പൊ അവര് ഒരേ സാധനം ഈ നമ്മുടെ ഇക്കോ ചേംബർ എന്ന് വിളിക്കുന്നതാണല്ലോ, ഒരേ സാധനം ഈ നമ്മളിത് കേൾക്കുന്നതും അറിയുന്നതിൽ നമ്മുടെ ഇക്കോ തന്നെയാണ്, നമ്മൾ വേറെ ഒന്നും കേൾക്കുന്നില്ല. ഡിഫറെന്റ് ഒപ്പീനിയൻ കാണും. അപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്തുകൊണ്ടാണ് ഇക്കോ ചേംബറായി മാറുന്നത്, ഈ മറ്റുള്ളി ചേംബറായി മാറുന്നത്? നമ്മൾ ഇത് മാത്രമേ കേൾക്കൂ, നമ്മുടെ ശബ്ദം അതുപോലെ ശബ്ദങ്ങൾ മാത്രമേ കേൾക്കുന്നു. അതനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടെ രൂപപ്പെടുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിന് ഏറ്റവും നിർണായക ഘടകമാണ് ഈ ഏറ്റവും നിർണായകമായ പ്രായം കൊണ്ട് കൗമാരം. ആ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനൊന്നും പറ്റാത്ത രീതിയിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് രൂപപ്പെടുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ശരിയായ മാർഗ്ഗമാണ്, ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്ന ഒരു വഴി അതിൽ തുറന്നു തരികയാണ്. ഇത് വലിയ തരം വയലൻസ് സമൂഹത്തിൽ വ്യാപരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലൊക്കെ സമീപകാലത്ത് കണ്ട പല വയലൻസ്, കൗമാര വയലൻസിനൊക്കെ ഇതിന്റെ സ്വാധീനമുണ്ട്. കാര്യം അവരിത് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആവാൻ ശ്രമിക്കുക. നമ്മൾ വേറെ കാര്യം നോക്കി കാണാൻ പറ്റും. ഈ സിനിമയിൽ തന്നെയുള്ള പഴയ സിനിമകളിൽ തന്നെയുള്ള ഈ മോഹൻലാലിൻ്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെ ആണെങ്കിലും ഈ പൗരുഷ പ്രകടനം വരുന്ന ഭാഗങ്ങളൊക്കെ ഇന്ന് സിനിമ വേണമല്ലോ, ആ ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് വിതരണം ചെയ്യാണ്, ചെറിയ ഷോർട്സ് ആയിട്ട്. അപ്പൊ ഇതൊക്കെ കണ്ട് അഭിനമിക്കുകയും അത് റിപ്പീറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. പിന്നെ ഇന്നത്തെ തലമുറയ്ക്ക് പോലും അത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണ്. കൗമാരപ്രായം അവർ രണ്ടാമത് ആലോചിക്കില്ല. കാര്യം ഈ കൗമാരപ്രായം എല്ലാ കാലം ഈ മിക്കവാറും ഈ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഒക്കെ ഒരു ആരംഭഘട്ടം കൂടിയാണ് കൗമാരം. നമ്മുടെയൊക്കെ നോക്കുകയാണെങ്കിൽ സംബന്ധിച്ച് നമ്മൾ കാണുന്ന ഒരു പലവരുടെ ആത്മഹത്യയിൽ കാണാൻ പറ്റും ഈ ആ ട്രാൻസിഷൻ പീരീഡ് ആണ്. ആ സമയത്തുള്ള റാഡിക്കൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് തന്നെ പെട്ടെന്ന് അതിലേക്ക് ആകർഷിക്കപ്പെട്ടു പോകും. പക്ഷേ ഇന്ന് അങ്ങനത്തെ മൂവ്മെന്റ്സ് ഒന്നും ഇല്ല. ഉള്ളത് ഇത്തരം മാസ്കുലിൻ കൾച്ചേഴ്സും അതാണ്. അപ്പോൾ അതിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയാണ്. മറ്റൊരു ആസ്പയർ ചെയ്യാനുള്ള മറ്റേ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സോ അല്ലെങ്കിൽ ഒന്നുമില്ല മറ്റു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടുക്കാനും പ്രത്യേക ഒരു മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരെ സംബന്ധിച്ച് വലിയൊരു രക്ഷാമാർഗം കൂടിയാണ് അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ അവരുടേത്. അങ്ങനെ ജേമി എന്ന കഥാപാത്രം അഡോൾസൻസ് ജേമി അത്തരം ഒരു ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുകയും അതിലൂടെ തന്നെ പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ തൻ്റെ ആങ്കർ എന്നൊക്കെ പറയുന്ന സാധനം തന്നെ ഒരുപക്ഷെ അതിൽ പറയുന്നുണ്ട്. അച്ഛൻ്റെ ആങ്കറിന്റെ ഒരു സാധനം പറയുന്നുണ്ട്. അച്ഛൻ്റെ പോലെ ഒരു ആങ്കറിനെ കുറിച്ച് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഡിസ്കഷനിൽ പറയുന്നുണ്ട്, മൂന്നാം ഭാഗത്ത് പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ തന്നെ ഈ ഇതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഇതിന്റെ സൂചന നമുക്ക് തരുന്നിട്ടുണ്ടെങ്കിൽ ഒരു യുവാവ് തന്നെയാണ്. അതായത് ഈ അഡോളസൻസിലെ കേസ് അന്വേഷണ പോലീസുകാരന്റെ മകൻ, ആ മകനും അച്ഛൻ തമ്മിലുള്ള ഒരു വ്യത്യാസവും അവർ തമ്മിലുള്ള ഗ്യാപ്പ് ഇതിനൊക്കെ ഉണ്ട്. ആ മകനാണ് ഇയാൾക്ക് പറഞ്ഞു കൊടുക്കുക. പോലീസ് ഓഫീസർക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്. അപ്പൊ എന്നെ പോലെ ആളെ തന്നെയാണ് ഞാൻ. എൻ്റെ മകനെ ഒരു യാഥാർത്ഥ്യം, ഞാൻ എൻ്റെ മകൻ 19 വയസ്സാണ്. എൻ്റെ മകനായിട്ട് സംസാരിക്കുന്നത് പല വ്യത്യാസങ്ങൾ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. കാര്യം ഞാൻ പെട്ടെന്ന് എനിക്ക് പ്രായമായി തോന്നുന്നു. കാര്യം നമ്മൾ ഈ ഇന്റർനെറ്റ് മേഖലയിൽ ഞാൻ നന്നായി വ്യാപരിക്കുന്ന ആളും അങ്ങനെ കൂടുതൽ വ്യാപരിച്ചാലും പക്ഷെ പല കാര്യങ്ങളും എനിക്ക് അറിയാതെ പോകുന്നുണ്ട്. പല പുതിയ ആപ്പുകളെ കുറിച്ചോ അല്ലെ പുതിയ സൈറ്റുകളെ കുറിച്ചോ. അപ്പോൾ ആൻഡ്രൂ ടേറ്റ് എന്ന ആളെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ അന്വേഷിച്ച് എൻ്റെ മകൻ്റെ അടുത്താ എന്താണ് ആയിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇവർ പല ആൾക്കാരെയും കാണുകയും നമ്മളങ്ങനെ ചെയ്യുന്നില്ല. നമ്മളിപ്പോഴും ഒരുപക്ഷെ എന്നോട് അഗ്രിയും ഇതൊക്കെ നോക്കുന്നുണ്ടായിരിക്കും ഇതിനകത്തെ പ്രശ്നം. ഇതിനകത്ത് ഇതൊരു സിംഗിൾ കണ്ടിന്യൂസ് ടേക്ക് ആണ്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഒരു തരത്തിലുള്ള സെൻസേഷനലൈസ് ചെയ്യുന്നില്ല. ഒരു നമ്മൾ പറയാന്ന് വെച്ചാൽ ഒരു സിംഗിൾ റിയൽ ടൈം ടേക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തരത്തിലുള്ള സെൻസേഷൻ ഇല്ല. പിന്നെ മാത്രമല്ല ഇതിനകത്ത് ഒരു സസ്പെൻസ് ഇല്ല. കാരണം ഇതിനകത്തൊരു ശരിക്കും ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു സ്പോയിലർ എപ്പിസോഡാണ്. കാരണം അതിനകത്ത് തന്നെ പിന്നെ ഫുള്ളി അതിനകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നോ അതിലൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിലാണ് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സീരീസാണ്. പക്ഷെ അത് അങ്ങനെ അത്രയും ക്യൂരിയോസിറ്റി അതിനകത്തേക്ക് വരാതെ ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിൽ 4 പാർട്ടുകളിലായിട്ട്, പ്രത്യേകിച്ചും അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലുള്ള ശരിക്കും ഇവിടെ നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യം, അതായത് ഒരു മെൻ്റൽ ഹെൽത്ത് ക്രൈസിസ് ഉണ്ട് കുട്ടികൾക്കുള്ള. നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ വാർത്തകളിൽ നമ്മൾ മീഡിയ ഉൾപ്പെടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു സംഭവം വരുന്ന സമയത്ത് അതിലൊന്നുകിൽ കുട്ടികളെ അല്ലെങ്കിൽ രക്ഷിതാക്കളെ വളരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ടെലിവിഷൻ മീഡിയ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസും കാണിച്ചിട്ടും കുട്ടികളിലേക്ക് തന്നെ ഒരു ക്രൈമിനെ ഭയങ്കരമായിട്ട് ആ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഒരു മെൻ്റൽ ഹെൽത്ത് ക്രൈസിസ് എന്നുള്ളൊരു സംഗതി അതെങ്ങനെയാണ് കുട്ടിയെ ഇത് ചെയ്യാൻ വേണ്ടി, ഒരു കൗൺസിൽ ചെയ്യാൻ വേണ്ടി ഒക്കെ തന്നെ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് കാണിക്കുന്ന ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. ഇതൊരു ചെറിയ സീരീസ് ആണെങ്കിലും ഇത് പറയുന്ന വലിയ വിളംബരം ചെയ്യുന്ന ഒരുപാട് സംഗതികളുണ്ട്, പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്ത് ക്രൈസിസ് അതിനെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. അത് ദാമോദർ പ്രസാദിന് തോന്നിയിട്ടില്ല? അതെ, ഇതിൻ്റെ അകത്ത് ഈ കമൽറാം പറഞ്ഞ പോലെ 4 പാർട്ടിൽ ആദ്യത്തെ പാർട്ട് നേരിട്ട് ഈ കാര്യം ഇൻവെസ്റ്റിഗേഷൻ നമ്മളുടെ നേരെ കാണിച്ച ഇൻവെസ്റ്റിഗേഷൻ ജാമിയെ
അപ്പോൾ അതിൻ്റെ അകത്തുണ്ട് റൈറ്റ്സ് എന്താണ്, അയാളെ പഠിപ്പിക്കുന്ന അയാളെ കൊണ്ടുവരുന്നു. അപ്പോൾ പിന്നെ ആ ഫോർമാലിറ്റീസിലൂടെ കടത്തിക്കൊണ്ട് വളരെ എന്താ പറയുക, ശരിക്കും ഒരു തരത്തിൽ വളരെ ആ പ്രൊസീജിയറിൽ കൂടി കടന്നു പോകാം. ശരി ബോറടിക്കണം, പക്ഷെ നമ്മൾ അതൊക്കെ ആ നിലയ്ക്ക് വളരെ ഉണ്ടാകുന്നുണ്ട്. അതെ അതെ. പക്ഷെ അത് ടെൻഷൻ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ആ പ്രൊസീജിയറും ഫോർമാലിറ്റീസിലൂടെ കടന്നു പോകാം. വീട്ടുകാരുടെ അസ്വസ്ഥതകളതിന് ശേഷം രണ്ടാമത്തെ എപ്പിസോഡാണ് സ്കൂൾ ഇൻവെസ്റ്റിഗേഷൻ. ആ സ്കൂളിൻ്റെ അന്തരീക്ഷമൊക്കെ, സ്കൂളിനെ കുറിച്ച് നിരീക്ഷണം, ഈ അന്വേഷിക്കാൻ കൺട്രോൾ ചെയ്യാൻ വലിയ സ്കൂളാണ് ഇന്നത്തെ സ്കൂളുകൾ. അതെ, അതിന്റെ അത് പുതിയ സ്കൂളുകളാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ആ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, അയാൾ ഞെട്ടി പറയുന്ന കാര്യം ഞാൻ ആലോചിച്ചു. അതിനകത്ത് പറയുന്ന കാര്യം, ക്ലാസ് റൂമിൽ ടി വിയോ എന്നാണ് ചോദിക്കുന്നത്. കാര്യം ഇന്നത് ക്ലാസ് റൂമിൽ ടി വി ഉണ്ട്. കാര്യം ഓൺലൈനായി ഈ ക്ലാസ് റൂമിൽ ഇതൊക്കെ വന്നു കഴിഞ്ഞു, മോണിറ്ററൊക്കെ വന്നു കഴിഞ്ഞു. പിന്നെ എല്ലാം ഫ്രീ ടൈമിൽ കുട്ടികൾ പിന്നെ ഫോണിലാണ്. പിന്നെ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികൾ. അപ്പൊ അതുപോലെ തന്നെ ഇയാളും അസിസ്റ്റന്റ് വളരെ ചെറുപ്പം, അവർക്ക് പോലും പരിചിതമല്ലാത്തൊരു പുതിയ സ്കൂൾ ലോകമാണ്. മൂന്നാമത്തെ എപ്പിസോഡിലാണ് ഇതിൻ്റെ അകത്ത് ആ ജേമിയായിട്ടുള്ള പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിന്റെ കമ്മ്യൂണിക്കേഷൻ. എനിക്ക് തോന്നുന്നു ഏറ്റവും നിർണായകമായിട്ട് സംഭവം അതിൻ്റെ അകത്ത് ഈ ആ പ്രൊഫഷണൽ ഒരു കൗൺസിലർ വരികയും അത് വളരെ എന്താ പറയുക, കൗൺസിലർ ജേമിയിൽ നിന്ന് കാര്യം മനസ്സിലാക്കിയെടുക്കാനും, ഒരു ജേമിയെ നമ്മുടെ ഒരു പരമ്പരാഗത രീതി നമുക്ക് ഇവിടെയാണെങ്കിൽ ഒരു പക്ഷേ വേറെ ഇല്ല സെന്റിമെന്റലി കൗൺസിൽ ചെയ്ത് മോനെ മറിച്ച് എന്നൊക്കെ വിളിക്കുന്ന പകരം ഇതല്ല. ആ പ്രൊഫഷണൽ രീതിയിൽ അവരിൽ മനസ്സിലാക്കണം എന്താണ് ഫ്രിക്ഷൻ, അതായത് എന്താണ് ജേമി എന്നുള്ളത് അതിനകത്ത് കംപ്ലീറ്റ് പുറത്തേക്ക് വരുന്നത്. അതെ, പുറത്തേക്ക്. അപ്പോൾ അത്തരം ഒരു പ്രൊഫഷണൽ ഒരു കൗൺസിലിംഗ് ആൻഡ് സൈക്കോളജിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺവെർസേഷനോട് കാര്യം മനസ്സിലാക്കുക, അത് പ്രൊഫഷണലി മനസ്സിലാക്കുക. അവർ വീട്ടിൽ അച്ഛനമ്മയും സംസാരിക്കുന്ന പോലെയല്ല. അതൊക്കെ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ പല സ്കൂളുകളിലും ഒരുപക്ഷെ ടീച്ചർമാർ നിർവഹിക്കുന്ന കാര്യമായിരിക്കാം. നല്ല അത്തരം ഒരു സെൻസോട് കൂടിയിട്ട്, വെറുതെ ഒരു സെന്റിമെന്റ് സെൻസോട് സംസാരിക്കുന്നുണ്ടായിരിക്കും പല കുട്ടികൾക്കും പല പ്രശ്നങ്ങളും പരിഹരിക്കാനും അവരുടെ മാനസികമായിട്ടുള്ള ചില സങ്കടങ്ങളൊക്കെ പറയാനും പറ്റുന്നത്. ഇതിനകത്ത് ജേമി ഒരു കുറ്റാരോപിതനാണ്. അത് ജേമിക്കും അറിയാം. ജേമി അതുകൊണ്ട് അവസാനം പറയുന്നത് അതിൽ വളരെ ബുദ്ധിപൂർവ്വമുള്ള ജേമിയെ കാണാൻ പറ്റും. അതിനകത്ത് വീണ്ടും ചോദിക്കുന്ന പ്രശ്നം സൈക്കോളജിസ്റ്റ് എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് അവിടെ നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുണ്ട്. അപ്പൊ അയാളെ കുറിച്ച് കോൺഷ്യസ് ആണ്. പക്ഷെ ഒരു ഇതില് പിന്നെ 4ാമത്തെ എപ്പിസോഡിലാണ് ഗിൽറ്റി പ്ലീഡ് എന്ന് പറയുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ മൂന്നാമത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് ഈ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള ഈ ഇന്ററാക്ഷൻസിൽ നമുക്ക് കാണികൾക്ക് വ്യക്തമാണ് ഈ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ കൊലപാതകം എന്നുള്ളത്. അതിൻ്റെ ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ആംഗിൾ അതിനകത്ത് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ആ ഒരു പിന്നെ എപ്പിസോഡിൽ എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അപ്പം മാത്രമല്ല ഇതിനകത്ത് പിന്നെ ഈ നമ്മൾ ഇത്രയും അൺറൂലി ആയിട്ടുള്ള സ്കൂളുകൾ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ചിലപ്പം കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പിന്നെ ടെക്നോളജിക്കലി പിന്നിലായതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ടാവാം, ഇത്തരത്തിലുള്ള അട്രോസിറ്റീസിൻ്റെ ഒക്കെ കുറവുണ്ടാവാം. പക്ഷെ എന്നാൽ പോലും ഇപ്പോൾ ഉള്ള സ്കൂളുകളിലൊക്കെ ഇത്തരം കൗൺസിലിങ്ങും ഈ ഇത്തരത്തിലുള്ള മെൻ്റൽ സ്ട്രെസ്സിനെ അഡ്രസ്സ് ചെയ്യാനുള്ള സാധനങ്ങളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ ഇടയിൽ അല്ലേ. തീർച്ചയായും എനിക്ക് തോന്നുന്നത് നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ സർക്കാർ സ്കൂളുകൾ അങ്ങനെയുള്ള സർക്കാർ സ്കൂളിലൊക്കെ വളരെ സാധാരണ ആൾക്കാരൊക്കെ സർക്കാർ സ്കൂൾ മറ്റുമൊക്കെ ഒരു പക്ഷേ ഈ ടെക്നോളജിക്കലി എത്ര പിന്നോട്ടുള്ള കാര്യം. ഇപ്പോൾ IT സ്കൂൾ ടെക്നോളജിയൊക്കെ അഡ്വാൻസ്ഡ് ആണ്. പക്ഷേ അവിടെ കുറച്ചുകൂടി വേറെ തരത്തിലുള്ള ഒരു സാമൂഹ്യ ബന്ധങ്ങൾ വേറെ നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കുറച്ചുകൂടി ഒരു അപ്പർ ക്ലാസ് സ്കൂളുകളിലൊക്കെ ഇത് കുറച്ചുകൂടി വിസിബിൾ ആണെന്നാണ് എൻ്റെ തോന്നുന്നത്. അവിടെ അൺറൂളിനെസ്സും ഈ കുട്ടികളെന്തിനൊക്കെ കാരണം അവിടെ മൊബൈലുണ്ട്, അവരിൽ പണമുണ്ട്, അവർക്ക് പ്രതാപമുണ്ട്, അവർക്ക് മറ്റേ. അപ്പോൾ ആ സ്ഥലങ്ങളിലെ കുറച്ചുകൂടി നമ്മൾ അറിയാഞ്ഞിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോൾ മാധ്യമങ്ങളും പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുകൊണ്ടാണ് നമ്മൾക്ക് അറിയുന്നത്. അവിടെ കുറച്ചുകൂടി ഈ പ്രശ്നം സ്ട്രെസ്സൊക്കെ വരെ തരത്തിലുള്ള കാര്യം, പാരൻ്റൽ ലവ് ഒക്കെ ഏത് രീതിയിലാണ് അവിടെ പ്രവർത്തനമില്ല അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ അവിടെ ആയിരിക്കാം. എൻ്റെ ഒരു തോന്നലാണ്. ഇതിപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് പറയാം, പക്ഷേ അത് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള മെൻ്റൽ സ്ട്രെസ്സും അതിനെ അഭിമുഖീകരിക്കാനും ഇവിടെ ആ 3rd എപ്പിസോഡ് പ്രധാനപ്പെട്ട കാര്യം. ആ 3rd എപ്പിസോഡിലാണ് ജേമിയും ഈ 4ാമത്തെ എപ്പിസോഡ് താൻ ഗിൽറ്റി പ്ലീഡ് ചെയ്യാനുള്ള ഒരു തിരിച്ചറിവിലേക്ക് എത്തുന്നത്. ആ ജേമിക്ക് തന്നെ തിരിച്ചറിവായി മാറാണ്. ആ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിന്റെ കോൺവെർസേഷന് ശേഷമാണ് നമ്മൾ പിന്നെ ജേമിയുടെ തന്നെ അത് കാണിക്കുന്നില്ലെങ്കിൽ കൂടി ജേമി തന്നെ തിരിച്ചറിയുന്ന ഒരു ഘട്ടത്താണ്. കാര്യം ഈ പ്രൊഫഷണൽ സൈക്കോളജി സംഭാഷണ ശേഷമാണ് ജേമി തന്നെ ക്രൈം എന്താണ് താൻ ചെയ്യുന്നതിനെ കുറിച്ച് തിരിച്ചറിയുന്നത്. ആദ്യം താൻ ക്രൈം ചെയ്തിട്ടില്ല വിശ്വസിക്കുന്ന ആളാണ്. ക്രൈം ചെയ്തിട്ടില്ല എന്നും ജേമിക്ക് അറിയാം ഇതിൻ്റെ അകത്ത്. കാര്യം അത് 2ാമത്തെ എപ്പിസോഡാണ് ഇതിൻ്റെ അകത്തൊരു വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ആ അച്ഛനെ സംബന്ധിച്ചോളം ഒരു ഞെട്ടിത്തെറിച്ച കാര്യം. മകൻ കൊലപാതകം നടന്ന വിഷ്വല് കാണിക്കുകയാണ്, നെഞ്ചിൽ കുത്തുന്നത് കാണിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് അക്നോളജ് ചെയ്യാനും വയ്യ. എന്നാൽ മകനാണ് താനും. അയാൾ കംപ്ലീറ്റ്ലി എന്താ പറയുക തകരുകയാണ് അവിടെ മനുഷ്യർ ഒന്നും ചെയ്യില്ല. ആ സമയത്ത് ജേമി എപ്പോഴും അവന് കാണാൻ തന്നെ ഈ 13 വയസ്സാണ് ജേമിയാണ് അച്ഛനെ സമാധാനിപ്പിക്കുന്നത്. 50 വയസ്സുകാരനായ അച്ഛനെ സമാധാനിപ്പിക്കുന്നത് ജേമിയാണ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ള സമയം. അപ്പോൾ ആ നിലയ്ക്ക് ഒരു പ്രത്യേക ഒരു കോൺഫിഡൻസ് ഈ അഡോളസൻസ് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ഈ ഓരോ എപ്പിസോഡിൽ കാണുന്ന ജേമി ഒരു തരത്തിൽ പൂർണ്ണമായി തകരുന്നില്ല ഇതിൻ്റെ അകത്ത്. ജേമി തകരുന്നില്ല. പക്ഷെ 4ാമത്തെ എപ്പിസോഡിൽ ജേമിയുടെ ഫാമിലി തകർന്നൊരു ഫാമിലിയെ കാണിക്കുന്നുണ്ട്.
You're a good dad, a great dad. But we made him. നമ്മൾ ഈ സീരീസ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ദാമോദർ പ്രസാദിന് എങ്ങനെയാണ് അത് ഫീൽ ചെയ്തത്? 4ാമത്തെ എപ്പിസോഡിനെ സംബന്ധിച്ചോളം ആ യാത്രയിലാണ് ഈ ഫോൺ വരുന്നത്. അതെ. അപ്പോൾ ജേമി അച്ഛനോട് ഡാഡിനോട് സംസാരിക്കേണ്ട മറ്റുള്ളവരറിയില്ല. ആ സംഭാഷണം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ വല്ലാതെ ലിറ്ററലി ഞാൻ കരഞ്ഞു സമയത്ത്. അത് ഇനിയിപ്പോൾ അത് പറയുന്നതിൽ അതൊരു ഇതും വേണ്ട. കാര്യം ആ ഒരു സംഭാഷണ ആ രീതിയാണ് അതിൻ്റെ അകത്ത് വളരെ പതുക്കെ കാര്യം വരുന്നത്. ആ സമയത്ത് അയാൾ കടന്നു പോകുന്ന ഒരു മെൻ്റൽ ട്രോമയുണ്ട്. അത് എന്നെ വല്ലാതെ ബാധിച്ചു. അത് പറയാതിരിക്കും. അതെനിക്ക് തോന്നുന്നതേ അതും ഈ ഒരു യൂറോപ്യൻ അമേരിക്കൻ കാണികളെ സംബന്ധിച്ചിടത്തോളം പണ്ട് KG ജോർജ് പറഞ്ഞൊരു സംഗതിയുണ്ട്. കാരണം പിറവി ഒരു ഗ്ലോബൽ സക്സസ് ആയിരുന്നല്ലോ. പിറവി എന്ന് പറഞ്ഞ മലയാള സിനിമ. അതിനകത്ത് അച്ഛൻ കരയുന്ന ഒരു രംഗം, അത് യൂറോപ്പിനോ അമേരിക്കയ്ക്കോ അത്ര പതിവില്ലാത്തൊരു സംഗതിയാണ്. കാരണം അമ്മ കരയുന്നത് പതിവാണെങ്കിലും അച്ഛൻ കരയുന്നത്, അച്ഛൻ്റെ കണ്ണീരെന്ന് പറയുന്നത് വളരെ ആ സിനിമയുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന രഹസ്യം അതാണെന്ന് KG ജോർജ് ഒരിക്കലും ഞാനായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഈ അച്ഛൻ്റെ കരച്ചിൽ, അതായത് ഒരു മാതിരി അച്ഛന്മാരെയൊക്കെ കരയിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു അല്ലേ ഈ പ്രത്യേകിച്ച് സാഹചര്യത്തിൽ? അത് ശരിയാണ്. എനിക്ക് തോന്നുന്ന കാര്യം തന്നെ, ഞാൻ വേറെ 2 സിനിമയിൽ ആലോചിക്കുക. ഇപ്പോൾ ട്രൂഫോൻ്റെ 400 ബ്ലോസ് ആണെങ്കിലും ഈ കീസ്ലോസ്കിയുടെ ഷോർട്ട് ഫിലിം ഔട്ട് കില്ലിംഗ് ആണെങ്കിൽ അത് കാണുന്നത് ബ്രോക്കൺ ഫാമിലീസ് എന്ന് പറഞ്ഞ കുട്ടികളാണ്. അതിനുണ്ട് ഇതിനകത്തല്ല, ഇത് സ്റ്റേബിൾ ഫാമിലിയാണ്. ആ ഇതിൽ പറയുന്നുണ്ട് ഇത്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലി ആയിട്ടും എന്തുകൊണ്ട് ജേമിക്ക് ഇങ്ങനെ സംഭവിച്ചു, ജേമി എന്തുകൊണ്ട് ഇവർക്ക് ജേമിയെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം. ഇവർ അച്ഛനും അമ്മയും സ്വയം സമാധാനിപ്പിക്കുന്നുണ്ട്, ഡാഡും മദറും സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാവിധം കെയർ ചെയ്യുന്നു, പക്ഷെ ലിസ് എങ്ങനെയായില്ലേ. അപ്പോൾ ഇവർ സ്വയം സമാധാനിപ്പിക്കുന്നുണ്ട്. കാര്യം എല്ലാവിധ കെയർ കൊടുത്തിരുന്നു, മകനെ വല്ലാതെ ശ്രദ്ധിച്ചു. പ്രത്യേകിച്ച് ഡാഡ് എഡി വളരെ ശ്രദ്ധിച്ചിരുന്നു. സാധാരണഗതിയിൽ പറഞ്ഞ യൂറോപ്പിൽ അങ്ങനെ സ്വഭാവം ഉണ്ടാവണമെന്നല്ല. പക്ഷെ നമ്മൾ ഈ കീസ്ലോസ്കിയുടെ ഷോർട്ട് ഫിലിം കില്ലിങ്ങിലും അതുപോലെ ട്രൂഫോന്റെ 400 ബ്ലോസിലും കാണുന്ന അങ്ങനത്തെ ഫാമിലി അല്ല, ബ്രോക്കൺ ഫാമിലീസ് എന്നാണ് ഈ കുട്ടി അതിലെ ചെറുപ്പക്കാരും കൗമാരക്കാരൊക്കെ ഒരു വയലൻസിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു വേറെ ജീവിതം അന്വേഷിക്കുന്നത്. പക്ഷേ ഇത് മൂന്നും അതാത് കാലത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെ ഇപ്പം ഈ നമുക്ക് ഈ ടെക്നോളജിയുടെ ഭദ്രത കൊണ്ടാണ് ഇതൊക്കെ സ്റ്റേബിൾ ഫാമിലിയാണെന്ന് തോന്നുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു പൊട്ടിത്തെറിക്കാനിരിക്കുന്ന വോൾക്കാനോസ് ആണ് എന്നുള്ളതാണ് അതിന്റെ റിയാലിറ്റി. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ട്രൂഫോന്റെ ഒക്കെ ശരിക്കും ബ്രോക്കൺ ഫാമിലീസ് തന്നെ ആ ഒരു കാണാൻ പറ്റും അതിൻ്റെ അകത്ത്. മാത്രമല്ല അത് 60s ഒരു ചെറുപ്പക്കാരൻ്റെ ഈ സെൽഫ് ഓയിലേക്ക് അന്വേഷണം കൂടിയാണ് സിനിമ. സ്വയം അന്വേഷിക്കാനായിട്ടുള്ള ഒരു വീട് വിട്ടിറങ്ങി സ്വയം അന്വേഷിക്കണവരാണ് ആ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാരിലെല്ലാം അതുണ്ടായിരിക്കാം. കീസ്ലോസ്കിയുടെ സിനിമയിൽ അതായത് പൊളിറ്റിക്കൽ വിഷയമായിട്ട് മാറ്റുന്നുണ്ട്. അത് മാസ്റ്റർ ടച്ച് കാണാൻ. പിന്നെ അത് വധശിക്ഷയുടെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറ്റുകയും, പക്ഷെ അതിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന ട്രോമയുണ്ട്. ഈ കാര്യം അതിനകത്ത് എന്താണ് മോട്ടീവ് എന്നുള്ള കാര്യം അതിൻ്റെ വ്യക്തമല്ല. ഇതേപോലെ തന്നെ മോട്ടീവില്ല അതിൻ്റെ അകത്തും ഒരു പ്രത്യേക എക്സ്പ്രഷൻ. അതിന് പിന്നെ മനസ്സിലാവുന്ന കാര്യം അയാളുടെ അനിയത്തി മരിച്ചതിൻ്റെ വലിയൊരു വിഷാദവും സങ്കടമൊക്കെയുള്ള മനസ്സിലുണ്ട്. പക്ഷേ എങ്കിലും അത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ എന്താണ് ക്രൈം എന്നന്വേഷിക്കുന്ന ഒരു വലിയ ഇത് കൊണ്ടുണ്ട് കീസ്ലോസ്കി. ഒരു യുവാവിൻ്റെ കഥയിലൂടെയാണ് ക്രൈം എന്താണ്, ആ ക്രൈമിൻ്റെ പണിഷ്മെന്റ് എന്താണെന്നുള്ള വലിയൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ റേസ് ചെയ്താൽ പോണത്. ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ഒന്നും അഡോലസൻസ് റേസ് ചെയ്യുന്നില്ല. അഡോലസൻസ് എന്താണ്, അവർ ഇന്നത്തെ കാലത്ത് അനുഭവിക്കുന്ന പ്രശ്നം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട് വരുന്നത്. ഒരു പ്രധാന ക്രിറ്റിസായിട്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു വിക്ടിമിൻ്റെ ഒരു മെൻ്റൽ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതിന് വലിയ പ്രാധാന്യം അങ്ങനെ വരണം എന്നില്ല, പല ആംഗിളിലും ചെയ്യാമല്ലോ. പക്ഷേ അത് ഡിസ്കസ് ചെയ്യപ്പെട്ടില്ല എന്നല്ല. കാരണം വെച്ചാൽ ഇതിനകത്ത് കയറ്റി അധികം വരുന്നില്ല, ഒരു കുറഞ്ഞ വിഷ്വൽസിലേ വരുന്നുള്ളൂ. ഇത് കംപ്ലീറ്റ് നമ്മൾ ജാമിയുടെ ഒരു മാനസികാവസ്ഥയാണല്ലോ ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കാരണം അല്ല, അത് നമുക്ക് എല്ലാവർക്കും തോന്നാവുന്നൊരു കാര്യമാണ്. കാര്യം സീരീസാണ്. ഇപ്പോൾ സീരീസിന് ഈ നോവൽ പോലെ തന്നെ പ്രത്യേകിച്ച് സീരീസിനുണ്ടല്ലോ. കമൽറാം തന്നെ മുമ്പ് ട്രൂ കോപ്പി തന്നെ ഇറക്കിയ ഒരു ലക്കാതാണ്. കാര്യം നോവലും സീരീസ് തമ്മിലൊരു തരത്തിലുള്ള വല്ലാത്ത ബന്ധം. കാര്യം സീരീസിനകത്ത് ഇത് എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്കോപ്പ് ഭയങ്കര. കാര്യം നമുക്ക് ഒരു ക്യാരക്ടർ എക്സ്പ്ലോർ ചെയ്യാം, ഒരു ഇഷ്യൂവിനെ എക്സ്പ്ലോർ ചെയ്യാം, ഒരു ഇവന്റിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്കോപ്പ് സീരീസ് തരുന്നുണ്ട്. അപ്പോൾ ഈ 4 സീരീസിലേക്ക് അവരുടെ ലിമിറ്റഡ് 8 എപ്പിസോഡ് 4 എപ്പിസോഡ് കണക്കുണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഈ ഒരു ആംഗിൾ എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു കാര്യം കേറ്റിയുടെ പക്ഷേ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് കേറ്റിയുടെ ഫ്രണ്ട് കേറ്റി എന്ത് തരത്തിലുള്ള ക്യാരക്ടറായത് സ്ഥാപിക്കുന്നുണ്ട്. കാര്യം അതിന് കേറ്റിയുടെ ഫ്രണ്ടായിട്ടൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗം സംസാരിക്കുന്നുണ്ട്. അവരും തകരുകയാണ്. അവർക്ക് വല്ലാത്ത ഈ ജാമിയുടെ സുഹൃത്തായ റയാനെ ചവിട്ടുന്നുണ്ട്. അവരവരെ വയലൻസ് പ്രകടിപ്പിക്കുന്നത്. കാര്യം അതിന് കാരണം കേറ്റി മാത്രമാണ് ആ കുട്ടിയെ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ കേറ്റി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് പറയുന്നത്. കാര്യം എല്ലാവരും ഉൾക്കൊള്ളുന്നത്. അതേസമയം ജാമിയുടെ കാര്യത്തിൽ കേറ്റിയുടെ നിലപാട് സൈബർ ബുള്ളിംഗ് ആയിരുന്നു. അതാണ് ശരിക്കും ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ വേറെ എവിടെയോ ഒരു ഡിഫൻസ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ ജേമിയെ ഇതിലേക്ക് നയിക്കുന്നതിന് സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അയാൾ നിരന്തരമായി സൈബർ ബുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് തനിക്ക് തന്റെ സെക്ഷുവൽ എക്സ്പ്രഷൻ, അത് 80-20 പ്രിൻസിപ്പിൾ ഒക്കെ പറയുന്നുണ്ട്. 80% of women are attracted to 20% of men.
you must trick them because you'll never get them in a normal way. ആ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിനകത്തും ഈ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ പാരൻ്റൽ ലവിന് അപ്പുറം ഒരു എന്താ പറയുക, ലവ് എന്നുള്ള ഒരു അക്നോളജ്മെൻറ്റ്, ഒരു നിലയ്ക്കുള്ള ഒരു സോഷ്യൽ ലൈഫിൻ്റെ അകത്തുള്ള അക്നോളജ്മെൻറ്റ്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ചില ആൾക്കാർ അപ്പോൾ അത് ആ ഒരു അക്നോളജ്മെൻറ്റിനെ കുറിച്ചുള്ള അത് ഒരു തരത്തിൽ ലവ് ഒരു അക്നോളജ്മെൻ്റ് ആണ്. അത് കിട്ടാതെ പോയതും കിസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പക്ഷെ എനിക്ക് തോന്നുന്നു മറ്റൊരു തലമുറ, മുമ്പ് തലമുറ ഇതൊക്കെ എങ്ങനെ കടന്നു പോയെന്നുള്ള അത്ഭുതം. ഇത്ര ഒരു സാഹചര്യം ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപാട് ബന്ധങ്ങൾക്കും ഒക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. പക്ഷേ ഞാനൊരിക്കലും നമ്മുടെ തലമുറയൊക്കെ എങ്ങനെ കടന്നു പോയെന്നുള്ള വലിയ അത്ഭുതമാണ്. കാര്യം വല്ലാത്ത പാരൻ്റൽ പ്രഷേഴ്സ്, അങ്ങേയറ്റ സോഷ്യൽ കൺസർവേറ്റീവ് ലോകത്ത് ഞാനൊക്കെ ജീവിച്ചിട്ടുള്ള അങ്ങനത്തെ കൺസർവേറ്റീവ് ലോകത്ത് ഇന്നതൊക്കെ മാറിയുണ്ട്. പക്ഷെ അന്നൊക്കെ ഇതിനെങ്ങനെ അതിജീവിച്ചു? കാര്യം ഇതേ കൗമാരത്തിൻ്റെ മാനസിക പ്രശ്നങ്ങളും ശൈഥില്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു, പലർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമുക്ക് തോന്നുന്ന നമ്മുടെ വികാരങ്ങളും നമുക്ക് ഒരു ഓപ്പോസിറ്റ് സെക്സിനോട് ഉണ്ടാകുന്ന സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് അക്നോളജ് ചെയ്യപ്പെടാതെ പോകുന്ന വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുക രസമാണ്. രസമല്ല, അതെങ്ങനെയാണ് കടന്നു വന്നത്, ഇതിലൂടെയൊക്കെ നമ്മളും കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് മറ്റു ബാധകളില്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് മറ്റ് ഇൻ്റർനെറ്റ് ബാധകളുടെ ഏതൊക്കെയോ രീതിയിൽ ഒരു പക്ഷേ ആൺ സൗഹൃദങ്ങൾ വേറെ തരത്തിൽ ഗെയിമായിരിക്കും എനിക്ക് തോന്നുന്നുള്ളത്. വല്ലാതെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പുതിയ കാര്യം തോന്നുന്നത്, അറിയില്ല എത്ര മാത്രം ശരിയാണ്, അതൊക്കെ സ്ഥിരീകരിക്കാൻ പറ്റുന്ന കാര്യം. നല്ല കാര്യം ഇപ്പം നമ്മുടെ വെക്കേഷനൊക്കെ ആരംഭിച്ചാൽ പോയി കളിക്കുക, വാർഡുകളോളം തുടങ്ങി, ഒരു വാർഡല്ലോ അനേകം വാർഡിലൂടെയാണ് കളി നടക്കുക. അങ്ങനെ പല ബന്ധങ്ങളും. അപ്പോൾ നമ്മുടെ തികച്ചും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമല്ല, ഏറ്റവും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ വലിയൊരു സാമൂഹ്യ ബന്ധം ഉണ്ടാക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കണ്ടുവരുന്ന പ്രവണത ഈ കുട്ടികൾ വീട്ടിലേക്ക് കൂടുതൽ അല്ലെങ്കിൽ അവരുടെ റൂമിലേക്ക് അവർ ഉൾവലിയാണ്, മൊബൈലിലേക്കും അവരുടെ ടെക്നോളജി ഉൾവലിയുന്ന അവർക്ക് അതിൻ്റെ അകത്തുള്ള ബന്ധം, അതിൻ്റെ അകത്ത് വലിയ സൗഹൃദ കമ്മ്യൂണിറ്റി ഉണ്ട്. അതാണ് കൂടുതൽ അവർക്ക് രസകരമായി തോന്നുന്നത്. നമുക്ക് നമ്മുടെ കാലത്ത് അതായിരുന്നില്ല, അങ്ങനെ ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് പുറത്തുപോയി കളിക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യലൈസേഷൻ്റെ ഏജൻസി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഇപ്പോൾ ഈ അഡോളസൻസ് എന്നുള്ള സീരീസ് തന്നെ ഒരു ഗ്ലോബലി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ. അത് നേരത്തെ തന്നെ ഈ അഡോളസൻസ് പുറത്തിറക്കുന്നതിന് മുമ്പ് തന്നെ ഓസ്ട്രേലിയ ചെയ്തിട്ടുണ്ട്. ഓസ്ട്രേലിയ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റെസ്ട്രിക്റ്റ് ചെയ്തു ഇൻ്റർനെറ്റ് യൂസേജ്. അതായത് പ്രത്യേകിച്ചും ഈ അഡോളൻസ് പ്രായത്തിൽ അല്ലെങ്കിൽ ടീനേജേഴ്സിൻ്റെ ഇടയിൽ വമ്പിച്ച രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്തു സ്മാർട്ട് ഫോൺ ഉപയോഗമൊക്കെ. അത് പ്രത്യേകിച്ചും അത്രയും ഒരു വളരെ മുന്നോക്കം നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു മാതൃകയായിട്ട് സ്വീകരിക്കണമെന്ന് ഒരു വാദം വരുന്നുണ്ട്. ഇപ്പോൾ അഡോളസൻസ് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പൊളിറ്റിക്കൽ ലെവലിലൊക്കെ ഇപ്പം UK പ്രൈം മിനിസ്റ്ററൊക്കെ അത്തരത്തിലുള്ളൊരു വാദം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്രമാത്രം ശരിയാണെന്നല്ല. കാരണം വെച്ചാൽ അതിനകത്ത് അതിന് കൗണ്ടറായിട്ട് വരുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും ചെറുപ്പത്തിലെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെയും ഫ്രീഡത്തിനെയും കട്ടയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സായിരിക്കും അത് എന്നുള്ള രീതിയിലും വാദം വരുന്നുണ്ട്. അതല്ല, നമുക്കിപ്പോഴും ഈ മുതിർന്നവരുടെയും പ്രായത്തിനുള്ളവരുടെയും സോഷ്യൽ സ്ട്രക്ചേഴ്സാണ്, അവരാണ് പവറിലിരിക്കുന്നത്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് ഇത് കാണുന്നതുകൊണ്ടാണ് ഇത് വരുന്നത്. കാര്യം നമ്മൾ എന്തൊക്കെ തന്നെ ലെജിസ്ലേഷൻ കൊണ്ടാണ് ശ്രമിക്കുന്നത് ഇത് ഉപയോഗിക്കാൻ പാടില്ല. സോ ഒരു വളണ്ടറി ആയിട്ട് സെൽഫ് റെഗുലേറ്റ് ചെയ്ത് കുട്ടികൾ വേണ്ട ഉപയോഗിക്കുന്നല്ല. അത് അത്ര ഒരു ചിലപ്പോൾ ഗുണം ചെയ്തിരിക്കും. കാര്യം ഇത്തരം ഒരു മൊബൈൽ ഉപയോഗിക്കേണ്ട പ്രായമല്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ള രീതിയിലൊരു സ്കൂളുകളുടെ ക്യാമ്പയിൻ അല്ലെങ്കിൽ നല്ല സൈറ്റുകളും അങ്ങനെ കാണിക്കുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഇൻ്റർനെറ്റ് ലിറ്ററസി അല്ലെങ്കിൽ മീഡിയ ലിറ്ററസിയുടെ വലിയ ക്യാമ്പയിനുകൾ സ്കൂളിൽ നന്നായിരിക്കും. ഏതൊക്കെ എങ്ങനെയാണ് സൈറ്റ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ, ഏതൊക്കെയാണ് നമുക്ക് വ്യാജ കണ്ടന്റ് ഏതൊക്കെ എന്നൊക്കെ ഒരു ക്യാമ്പയിൻ ഒരുപക്ഷെ ഗുണകരമായിരിക്കും സോഷ്യൽ ആംഗിളിൽ. പക്ഷേ ഇവിടെ നല്ല ഉദ്ദേശിച്ച് ഇവർ ലീഗലൈസ് ചെയ്യാൻ ഇത് തടയാം. അപ്പോൾ എപ്പോഴൊക്കെ പ്രത്യേകിച്ച് കൗമാര പ്രായം എന്നുള്ളത് നിർണായകം തന്നെയാണ്. നിങ്ങൾ അവരെ പുറത്ത് ഇമ്പോസ് ചെയ്യാൻ പോയി അതിനെ വയലേറ്റ് ചെയ്യുക, അവരെ ഫസ്റ്റ് അതിനെ ട്രാൻസ്ഗ്രസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു മുതിർന്ന ഒരാൾ ഒരു 40-45 വയസ്സുകാരനോട് ഈ നിയമം പറഞ്ഞാൽ അവർ ചിലപ്പോൾ അനുസരിക്കും, മിക്കവാറും അനുസരിക്കും. പക്ഷേ ഒരു 13-14 വയസ്സുകാരനോട് നിങ്ങൾ നിയമം പോയാൽ അതിനെ ട്രാൻസ്ഗ്രസ് ചെയ്യാനായിരിക്കും ആദ്യം നോക്കുക. അയാൾ അച്ഛനെ പോയി ആണായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ട്രാൻസ്ഗ്രസ് ചെയ്യാനായിരിക്കും ആശ്രയം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അത് കൂടുതൽ വിസിബിളാണ്. ആ വിസിബിലിറ്റിയും കൂടി ഉണ്ട് ആ ട്രാൻസ്ഗ്രഷൻ. പണ്ട് കാലത്ത് അത്ര വിസിബിൾ ആയിരുന്നില്ല, ഇന്ന് വിസിബിലിറ്റി. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഈ മെഷേഴ്സ് എടുക്കുക, കാര്യം നിർബന്ധപൂർവ്വം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാതിരിക്കുക, മൊബൈൽ ഉപയോഗിക്കുക എന്നുള്ള ഒരു തരത്തിലും ഗുണം. അതൊക്കെ കൂടുതൽ ഉപയോഗിക്കാനും കൂടുതൽ പേർക്ക് ഇതിനുള്ള ഡിസയർ കൂട്ടുകയുള്ളൂ. മറിച്ച് ഇത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ക്യാമ്പയിൻ ആരംഭിക്കാം. ഇതിനെക്കുറിച്ച് ലിറ്ററസി എന്തോ, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ തന്നെ സൈറ്റുകളാണ്. അത് നമ്മളിന്ന് പലതരത്തിലും ലിറ്ററസി ഉണ്ടല്ലോ അതുള്ളത്. അപ്പോൾ സെക്ഷൽ ലിറ്ററസി പോലെ തന്നെ പ്രധാനമാണ്. നമ്മളെ സംബന്ധിച്ചാൽ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചാലും ഈ സെക്ഷൽ ലിറ്ററസിയും ഈ മീഡിയ ലിറ്ററസിയൊക്കെ വളരെ പരിമിതമാണ്. അതൊന്നും ആ നിലയ്ക്ക് ഒരു വളരെ ബോധപൂർവമായിട്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്തുമില്ല. ആ നിലയ്ക്ക് ഒരു ക്യാമ്പയിനും സ്കൂളുകളിലും എഡ്യൂക്കേഷൻ അതിനെ ശ്രദ്ധിക്കുന്നില്ല. അതില്ല. ഇത് പ്രധാനപ്പെട്ട ഈ പീരീഡ് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളെല്ലാവരും പറയും സെക്ഷൽ എഡ്യൂക്കേഷൻ വേണം, അതുപോലെ മീഡിയ എഡ്യൂക്കേഷൻ വേണം. പക്ഷേ ആ നിലയിൽ ഒരു കാര്യം വന്നിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതൊരു വളരെ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് നടത്തുന്നുണ്ട്. അത് ഞാൻ ഈ കൂട്ടത്തിൽ പറഞ്ഞു മാത്രം. പക്ഷേ കേരളത്തിൽ വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. അത്തരം ഒരു നടപടിയായിരിക്കും കൂടുതൽ ഉപകാരപ്രദം. അല്ലാതെ നിർബന്ധിച്ചിട്ട് ഇത് മൊബൈൽ പിടിച്ചു വയ്ക്കുക, സ്കൂളിലൊക്കെ ടീച്ചർമാർ ചെയ്യണമെന്താ, അതൊക്കെ അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കുക. അതാണ് ഈ കുട്ടികൾ വയലായിട്ട് ടീച്ചർമാരോട് പെരുമാറുന്നത്. കാര്യം ഇതൊരു പ്രസ്റ്റീജിന്റെ സ്ഥാനമാണ്, ഒരു പ്രിവിലേജിന്റെ സ്ഥാനമായി മാറുക. അപ്പോൾ അത് പിടിച്ച് വെക്കാത്ത കൊടുക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ,
അവർക്ക് അവരെ പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ ഉള്ളതാണ്, അവരെ പ്രൈവസിയിലും കൂടി ഇൻവേഡ് ചെയ്യുന്ന, അപ്പോൾ അവർക്ക് വലിയ ഷോക്കായിരിക്കും. അപ്പോൾ അവരൊരു വയലന്റ് റിയാക്ട് ചെയ്യും. ഒരു പ്രിൻസിപ്പളിൽ വയലന്റ് റിയാക്ട്, ആ റിയാക്ഷൻ തെറ്റാണ്, ഞാൻ സംശയം അത് തെറ്റാണ്, പാടില്ല, കാര്യം വയലന്റ് ആണ്. പക്ഷേ അതിനൊക്കെ കാരണമായി മാറിയിട്ടുണ്ടെങ്കിൽ ഇവരെ പ്രൈവറ്റ് ആയിട്ടൊരു സാധനം പിടിച്ചു വയ്ക്കുകയും അവർക്കുണ്ടാവുന്നൊരു ഒരു ചെറുപ്പത്തിൽ തന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള പരിണാമം സംഭവിക്കുന്ന ആൾക്കാരുമാണത് കുട്ടികൾ. അതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അത്തരം നടപടികളൊക്കെ ബുദ്ധിമുട്ടാണ് അത്. പക്ഷേ അതേസമയം തന്നെ ഈ ഒരു സ്കൂൾ ലെവലിലൊക്കെ പ്രത്യേക ഈ പ്രായത്തിൽ സ്കൂൾ +2 ആ ഒരു ലെവലിൽ ഇങ്ങനൊരു വലിയ തോതിലൊരു ക്ലാസ്സും ഡിസ്കഷനും ഒരു ഓപ്പൺ ഡിസ്കഷൻ ഇതിനെക്കുറിച്ച് അതൊക്കെ വളരെ ഗുണം ചെയ്യും. ഈ ടെക്നോളജി യൂസിനെ കുറിച്ചുള്ള ഓപ്പൺ ഡിസ്കഷൻസുകൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ നടത്തുന്ന ടീച്ചർമാർ ഇമ്പോസിന് പകരം ഈ യൂസിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ്, അത് TV കാണുന്നതിനെ കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ നമ്മുടെ കോൺഷ്യസ്. ഇന്നത്തെ കാലത്ത് ഈ അച്ചടി പുസ്തക കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു, ആ പുസ്തകം വായിക്കുന്നതിനെ കുറിച്ചൊക്കെ ലൈബ്രറി എന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ടെക്നോളജി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. മൊബൈലാണെങ്കിലും അത് ടെക്നോളജി ഒരുപാട് ഉപാധികളുണ്ട്. അത് കുട്ടികൾക്ക് നല്ല പരിചയമുണ്ട്, കാര്യം അവർ ഡീറ്റെയിൽ മൈഗ്രൻസ് എല്ലാം നേറ്റീവ്സ് ആണ്. അതെ, അവർക്കത് അറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക, ഓപ്പണായി ഡിസ്കസ് ചെയ്യുക, എങ്ങനെയാണ് ടെക്നോളജി ഉപയോഗിക്കുന്നത്, ടെക്നോളജിയുടെ വിവിധ ഉപയോഗങ്ങൾ എന്താണ് എന്നത് തീർച്ചയായിട്ടും ഒരു നല്ല എന്താ പറയുക, ഒരു ഗുഡ് സൊസൈറ്റിക്ക്, ഒരു ബെറ്റർ സൊസൈറ്റിക്ക്, വളരെ ഒരു സോൾഡാറ്റി നൽകുന്ന സൊസൈറ്റി ഗുണം ചെയ്യുന്നതാണ് എൻ്റെ തോന്നൽ. എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ ഈ മെൻ്റൽ ഹെൽത്ത് ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്യണം. കുട്ടികൾക്കുണ്ടാകുന്ന ഇമോഷണൽ ആങ്സൈറ്റീസ്, അതായത് പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞ ഈ ഡിജിറ്റൽ വാലിഡേഷൻ ഉണ്ടാക്കുന്ന, അതായത് കമൻറ്റുകളും ലൈക്കുകളും ഒക്കെ സൃഷ്ടിക്കുന്ന അവരുടെ പുതിയ ജീവിത ഇതിനകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാനും നമ്മുടെ മുതിർന്ന സമൂഹം തയ്യാറാവേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതന്നെ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള ഈ അഡോളസൻസ് നമ്മൾ കാണുന്ന കാര്യം പലപ്പോഴും നമ്മുടെ ഇന്നത്തെ കാലത്ത് ലഹരി ചർച്ചയിലൊക്കെ വരുന്ന കാര്യം പാരന്റൽ ഒരു ക്രൈസിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പാരന്റൽ ലവ് ഉണ്ട്. ഇത് ജേമി അക്നോളജ് ചെയ്യുന്ന കാര്യം. കാര്യം ജേമിക്ക് ഏറ്റവും അടുത്തുള്ള ആൾ ഡാഡാണ്. കാര്യം നമ്മൾ കാണുന്നത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അച്ഛനാണ് കൂടെ വേണ്ടത്. അപ്പോൾ ഡാഡായിട്ടൊരു ബന്ധം, അത് എനിക്കൊണ്ട് പുതിയൊരു കാലഘട്ടത്തിൽ ഞാൻ കാണുന്ന കാര്യമാണ്. കാര്യം പുതിയ ഈ കുട്ടികളൊക്കെ അച്ഛനമ്മ ഇപ്പം എൻ്റെ തലമുറയാണ്, ഞാൻ അങ്ങനെ എൻ്റെ തലമുറയൊക്കെ ഒരു അമ്മയാണ് വളരെ പ്രധാന സ്ഥാനത്ത് അച്ഛനെക്കാളും. അച്ഛൻ ഒരു ഡിസ്റ്റൻറ്റ് ഫിഗറാണ്, പ്രധാനപ്പെട്ട ആളാണ്, പക്ഷേ അമ്മയായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ കൂടുതൽ. ഇന്ന് എനിക്ക് തോന്നുന്നു അതല്ല, അച്ഛൻ വളരെ ഫ്രണ്ടായി വരുന്നതാണ്, വളരെ ഫ്രണ്ട്ലിയാണ്, ഫ്രണ്ട്ലി ഡാഡ് ആയിട്ടുള്ളൊരു അന്തരീക്ഷം നിങ്ങൾക്ക് വീട്ടിൽ കാണും. അമ്മയെക്കാളും കൂടി വളരെ ഫ്രണ്ട്ലിയാണ്. ഈ സമീപകാലത്ത് കാണുന്ന പലപ്പോൾ ഇന്ന് നാരായണീയുടെ മക്കൾ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തും ഡാഡിനോടാണ് കൂടുതൽ ഒരു ഫ്രണ്ട്ലിനെസ്, അമ്മയായിട്ടല്ല. അപ്പോൾ ഇങ്ങനെ പെൺകുട്ടികൾക്ക് അപ്പോൾ അതുപോലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അപ്പോൾ അങ്ങനെ പാരന്റൽ ലവ് എന്ന് പറയുന്ന കാര്യം ഇതിൻ്റെ അകത്ത് ജാമിക്ക് ലഭ്യമാണ്. അപ്പോൾ പക്ഷേ പാരന്റ് ലവ് അല്ല അപ്പോൾ പാരന്റ് ലവ് ഇല്ലാത്തതല്ല അയാളുടെ ക്രൈസിൻ്റെ കാരണം. ആ ജാമിയുടെ ഒരു ക്രൈസിൻ്റെ കാരണം ജാമി അനുഭവിക്കുന്ന ഈ ഒരു തരത്തിലുള്ള ഇൻസൾട്ട്, ഒരു മാനസികാവസ്ഥ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ രണ്ട് കൂട്ടുകാരുടെ കമ്മ്യൂണിക്കേഷൻ, അവരാണെങ്കിൽ ഇതേപോലെ വയലൻ്റ് ആണ്, അവരാണ് ഇത് ഇങ്ങനെ ചെയ്യാനുള്ളൊരു വഴിയും പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അല്ലാതെ അപ്പുറത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കൂൾ ടീച്ചറോട് സാധ്യമല്ല. അതിൻ്റെ അകത്തൊരു രസമായിട്ടുള്ള നിരീക്ഷണം വേറെയും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ സെക്കൻഡ് എപ്പിസോഡിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്ന പോലീസ് ഓഫീസറിൻ്റെ കൂടെ അസിസ്റ്റന്റ് പോലീസ് ഓഫീസർ അവർ സ്കൂളിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായം പറഞ്ഞ കാര്യം, വളരെ മോശമാണ്, ഇതിൻ്റെ സ്റ്റിങ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു അഭിപ്രായം സ്കൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവരെ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ അവർ ഓർക്കുന്ന ഒരേ ഒരു കാര്യം അവരെ പഠിപ്പിച്ച ടീച്ചറെ കുറിച്ചാണ്. അവരെ സ്കൂളിനെ കുറിച്ച് നല്ല ഓർമ്മ ഒരു ടീച്ചറെ കുറിച്ച് അവർ പറയുന്നുണ്ട്. ആ ടീച്ചറാണ് അവരെ കുറിച്ച് നല്ല ഓർമ്മ. അങ്ങനെ ഉണ്ടായിരിക്കും, ഇന്നും ഉണ്ടാവും. അത്തരം ഒരാൾക്ക് അതൊരു ടീച്ചിങ് എന്നേക്കാൾ ഉപരിയായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു വഴിയാണ്, ഒരു വയാ മീഡിയമാരാണ്. അവർക്ക് പലതരത്തിലും കുട്ടികളായിട്ട് വിദ്യാർത്ഥികളെ ഇടപെടാനും കൗമാരം ഇടപെടാനും അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരുടെ അതൊരു പാറ്റേണേജ് നൽകാതെ, അല്ലെങ്കിൽ വലിയൊരാളെ പോലെ അവരെ സ്ഥാപിക്കാതെ അവരായിട്ട് ഒപ്പം തന്നെ ഈസി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്കൊരു സ്വലാസ് കൊടുക്കാനും അവർക്കൊരു കൺസലേഷൻ കൊടുക്കാനും അവരെ മുന്നോട്ട് കൊണ്ടുവരാനും പറ്റുന്ന ടീച്ചർമാർക്ക് പറ്റും. അത് പക്ഷേ ടീച്ചർമാർ പലപ്പോഴും ഉപയോഗിക്കുന്നതിനും അവരെ പുറത്ത് ഈ തങ്ങളുടെ പ്രിവിലേജ് കൊണ്ട് അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ വലിയൊരു പാറ്റേണേജ് പോലെ, അതല്ല അതിനകത്ത്. ആ ഒരു നോൺ ഹൈറാർക്കിയൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ചെറുപ്പക്കാരുടെ ആവശ്യമാണ്. കാര്യം അവർ ജീവിക്കുന്ന നോൺ ഹൈറാർക്കിയൽ വേൾഡിലാണ്. കാര്യം ഇൻ്റർനെറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നോൺ ഹൈറാർക്കി ഉണ്ട് അതിൻ്റെ അകത്ത്. അതൊരു പ്രധാനം നമ്മൾ കാണണം. കാര്യം നോൺ ഹൈറാർക്കിയൽ ഒരു യൂണിവേഴ്സിൻ്റെ അകത്തുണ്ട്. പഴയ പോലെ ഹൈറാർക്കിയൽ റിലേഷൻ അല്ല ഇതിൻ്റെ അകത്ത്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇയാളെ ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്ന ആളായിട്ടൊരു നോൺ ഹൈറാർക്കിയൽ റിലേഷൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ നോൺ ഹൈറാർക്കിയൽ ഒരു വേൾഡ്, ഒരു ഹൊറിസോണ്ടാലിറ്റി, അത് ചിലപ്പോൾ വ്യാജമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇൻ്റർനെറ്റിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ അതന്നെയാണ് വീട്ടിൽ നിന്നും ടീച്ചർമാരെ പ്രതീക്ഷിക്കുന്നത്. പഴയ സമയത്ത് ഹൈറാർക്കി എടുത്ത് മോള് വഴി കാണിച്ച് ഭീഷണിപ്പെടുന്ന ഒരു ടീച്ചറല്ല. ആ ഹൊറിസോണ്ടാലിറ്റി നമ്മൾക്ക് ആവശ്യമാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് പ്രായോഗികമായി കൊണ്ടുവരാന്ന് പറയുന്നത് നമ്മൾ തന്നെ മാറുന്നതാണല്ലോ. ഈ വിദ്യാർത്ഥികളെ കുറ്റപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മാറ്റത്തിന് വിധേയമാൻ മുതിർന്ന സമൂഹം, കാര്യം വലിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഈ ഗ്യാപ്പ് വർദ്ധിക്കാനേ പോകുന്നുള്ളൂ. കാരണം നമ്മൾ ജാമി എന്നൊക്കെ പറയുന്ന തലമുറ ഏറെക്കുറെ നമുക്ക് അവരുടെ കമ്മ്യൂണിക്കേഷന് നമുക്ക് ഇൻ്റർനെറ്റിനെ കുറിച്ച് അറിയുന്നൊരു കാലമാണ്. ഇപ്പോൾ ഈ ടെക്നോളജി പുതിയ രീതിയിൽ വികസിക്കുകയാണ്. വേറൊരു തലമുറ ഇനി വരാനുണ്ട്.
അവരായിട്ട് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു ഒരു ജനറേഷനോട് നിലനിൽക്കും. കാര്യം ഒരു തരത്തിൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമില്ലാത്ത ജനറേഷൻ പക്ഷേ വരാൻ കാര്യം അവർ അനുഭവിക്കുന്ന വേറെ ലോകമായിരിക്കും, ഇവർ അനുഭവിച്ചും വേറെ ലോകമായിരിക്കും. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വലിയ സോഷ്യൽ പ്രഷേഴ്സിലേക്ക് പോവാം, വലിയ ഫ്രിക്ഷനിലേക്ക് പോവാം. അതൊക്കെ തന്നെ ഒരു പരിഹരിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് നമ്മൾ ഈ ഇത്തരം അത് വലിയ ട്രോമാറ്റിക് സിറ്റുവേഷനാണ്. കാര്യം വലിയ ഒരു അകൽച്ച പറഞ്ഞാൽ മനുഷ്യമല്ല വലിയ ബന്ധത്തിൻ്റെ ഒരു വലിയ വിഘടനം സംഭവിക്കുക. ആ ട്രോമേനൊക്കെ അതിജീവിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിലയ്ക്ക് നമ്മളപ്പോൾ അതുകൊണ്ട് ഈ തലമുറകളെ മനസ്സിലാക്കുകയും അവരുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യും ഒക്കെ ചെയ്ത് ഭാഗ്യം നമുക്ക് കൂടി ഉണ്ട്, മുതിർന്ന തലമുറയ്ക്കുണ്ട്. അത് ചെയ്യുന്നതിന് പറഞ്ഞാൽ വളരെ പാറ്റേണൈസ് നിലയ്ക്കല്ല, അവർ ഒരു നോൺ എന്താ പറയുക ഒരു ഹൈറാർക്കിക്കലായിട്ട് വളരെ ഹൊറിസോണ്ടലായിട്ട് അവരുടെ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വീട്ടിലൊക്കെ തന്നെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇത് വലിയൊരു ഒരു തരത്തിലുള്ള ഇതിലേക്ക് മാറ്റും. ഈ ഒരു കാര്യം അഡോളസൻസിലും നമ്മളൊരു കാഴ്ച ഒരു കേസ് എന്ന് പറയുന്നത് ഒരു മുതിർന്ന ആളുടെ കേസാണ്. ജാമിയുടെ കാഴ്ചപ്പാടല്ല സിനിമ അനാവരണം ചെയ്യുന്നത്. അല്ല, അതാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്. കാരണം ഇത് നമ്മളിപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഉൾപ്പെടെയുള്ള ഈ തലമുറയുടെ പ്രശ്നമാണ് അഡോളസൻസിന്റെ പ്രശ്നം.